പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇടിഞ്ഞൊഴുകി എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ പതുക്കെ കരകയറുകയാണ് അവർ. ഉള്ളുലഞ്ഞ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ലോകം മുഴുവൻ അവർക്കൊപ്പം നിന്നു. ദീർഘവീക്ഷണത്തോടെയുള്ള പുനരധിവാസ പദ്ധതിയുമായി സംസ്ഥാന സർക്കാരും. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ദുരന്തബാധിതരുടെ സ്വപ്നങ്ങൾക്ക് ചെറുക്ക് നൽകാനുതകുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പാക്കുന്നത്. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ജീവൻ മാത്രം കൈമുതലായുള്ള ഇവർക്ക് മുന്നോട്ടുള്ള ജീവിതയാത്ര ദുരന്തത്തെക്കാൾ വലുതാണ്. ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ വീണുപോയവർക്ക് ഉയർന്നുദിക്കാനുള്ള എല്ലാ വിഭവശേഷികളും ഇവിടെ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുമിച്ചൊരുങ്ങുകയാണ്. ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, കമ്മ്യൂണിറ്റി സെന്റർ, മാർക്കറ്റ് തുടങ്ങി ഉപജീവനത്തിനും വിനോദത്തിനും ഉൾപ്പെടെയുള്ള സംവിധാനം. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അന്യതാബോധമില്ലാതെ കഴിയാൻ സ്വന്തം പേരിൽ വീട് നൽകുന്നത് വഴി ഇവർക്കുള്ള മാനസിക പിന്തുണയാണ് സർക്കാർ ഉറപ്പാക്കുന്നത്. 3 ക്ലസ്റ്ററുകളിലായി 402 വീടുകളാണ് സർക്കാർ നിർമ്മിക്കുക. അതിൽ 105 വീടുകളുടെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ. ഇതിൽ 29 വീടുകളുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. ഒരു മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇതൊക്കെയാണെങ്കിലും ദുരന്തം നടന്ന് ഒരാണ്ടാകുമ്പോഴും അർഹതപ്പെട്ട പലർക്കും സർക്കാരിന്റെ പുനരധിവാസ പട്ടികകളിൽ ഉൾപ്പെടാനായില്ല എന്ന വലിയ ദുഃഖമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർ പങ്കുവെക്കുന്നത്. പുനരധിവസിപ്പിക്കേണ്ടവരുടെ യഥാർത്ഥമായ പൂർണ്ണമായ ലിസ്റ്റ് ഇതുവരെ തയ്യാറാക്കി അംഗീകരിച്ചിട്ടില്ല എന്നത് വലിയ ആശങ്ക തന്നെയാണ്. ഗോസോൺ നോസോൺ തരംതിരിക്കലും ദുരന്തബാധിതരെ അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ആദ്യപടിയിൽ വീടുകൾ ഉറപ്പാക്കാം, പിന്നീട് മറ്റു കാര്യങ്ങൾ പരിഗണിക്കാമെന്ന സർക്കാരിന്റെ ഉറപ്പിലാണ് ഇനി ഇവരുടെ പ്രതീക്ഷ.